ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിം സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 21ാം ദിവസത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലബസിലെ ഫിസിക്കൽ സയൻസ് എന്ന ടോപ്പിക്കിൽ നിന്നും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. കുറേ അധികം ഭാഗങ്ങളിൽ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്, കുറേ അധികം ചോദ്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അതിൽ 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു PDF വേണ്ടവർ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് വാതകമാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് വാതകമാണ്? ഉത്തരം ഹൈഡ്രജൻ. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഓക്കെ, ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ സാധിക്കും? പ്രപഞ്ചം എന്നതിൻ്റെ പി എടുക്കുക, പി, ഹൈഡ്രജൻ്റെ എച്ച്, PH, ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതു വാതകമാണ്? ഹൈഡ്രജനാണ്. പി പ്രപഞ്ചം, ഹൈഡ്രജൻ്റെ എച്ച്, PH എന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഓക്സിജൻ. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലുമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? അലുമിനിയം. അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ്: പ്രപഞ്ചത്തിൽ വസ്തുക്കൾ കൂടുതലും സ്ഥിതി ചെയ്യുന്നത് പദാർത്ഥത്തിന്റെ ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. പ്രപഞ്ചത്തിൽ വസ്തുക്കൾ കൂടുതലും സ്ഥിതി ചെയ്യുന്നത് പദാർത്ഥത്തിന്റെ ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്: മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളിൽ ഒന്നായ കറിയുപ്പിന്റെ ശാസ്ത്രീയ നാമം എന്ത്? സോഡിയം ക്ലോറൈഡ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളിൽ ഒന്നായ കറിയുപ്പിന്റെ ശാസ്ത്രീയ നാമം എന്ത്? സോഡിയം ക്ലോറൈഡ്. ഏഴാമത്തെ ചോദ്യം: സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള ലവണം ഏത്? സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള ലവണം സോഡിയം ക്ലോറൈഡ്. ഉത്തരം സോഡിയം ക്ലോറൈഡ്. അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ്: ഭക്ഷ്യവസ്തുക്കളിൽ രുചി കൂടാൻ ചേർക്കുന്ന രാസവസ്തു അജിനാമോട്ടോ. അടുത്ത ചോദ്യം: അജിനാമോട്ടോയുടെ ശാസ്ത്രീയ നാമം എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്നാണ് അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമം. പത്താമത്തെ ചോദ്യം: എല്ലുകൾ, പല്ലുകൾ എന്നിവയുടെ നിർമ്മിതിയിലെ പ്രധാന രാസവസ്തു കാൽസ്യം ഫോസ്ഫേറ്റ്. എല്ലുകൾ, പല്ലുകൾ എന്നിവയുടെ നിർമ്മിതിയിലെ പ്രധാന രാസവസ്തു. ഉത്തരം കാൽസ്യം ഫോസ്ഫേറ്റ്. 11ാമത്തെ ചോദ്യം: വെള്ളത്തിനടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രാസവസ്തു. വെള്ളത്തിനടിയിൽ സൂക്ഷിച്ചു വെക്കുന്ന രാസവസ്തു ഏതാണ്? വെള്ള ഫോസ്ഫറസ്. വെള്ള ഫോസ്ഫറസ്. 12ാമത്തെ ചോദ്യം: വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ബ്ലീച്ചിങ് പൗഡർ. വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ബ്ലീച്ചിങ് പൗഡർ. അടുത്തത് 13ാമത്തെ ചോദ്യം: സോഡിയം, കാൽസ്യം എന്നിവയുടെ ഹൈപ്പോക്ലോറൈറ്റുകൾ എങ്ങനെ അറിയപ്പെടുന്നു? ബ്ലീച്ചിങ് പൗഡർ എന്നാണ് അറിയപ്പെടുന്നത്. സോഡിയം, കാൽസ്യം എന്നിവയുടെ ഹൈപ്പോക്ലോറൈഡുകൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉത്തരം ബ്ലീച്ചിങ് പൗഡർ. 14ാമത്തെ ചോദ്യം: കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തു തുരിശ്. കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തു തുരിശ്. 15ാമത്തെ ചോദ്യം: നീല നിറമുള്ളതിനാൽ ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്ത്? തുരിശ്. ബ്ലൂ നിറമുള്ളതിനാൽ, നീല കളറിലുള്ളതിനാൽ ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? തുരിശാണ്. തുരിശിന്റെ ശാസ്ത്രീയ നാമം കോപ്പർ സൾഫേറ്റ്. ഉത്തരം കോപ്പർ സൾഫേറ്റ്. പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപം ഏത്? ഗ്രാഫൈറ്റ്. പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന
കാർബണിന്റെ രൂപമേത്? ഗ്രാഫൈറ്റ്. കാർബണിന്റെ പ്രധാന രൂപാന്തരണങ്ങൾ ഏതെല്ലാം? വജ്രം, ഗ്രാഫൈറ്റ്. വജ്രം, ഗ്രാഫൈറ്റ്. അടുത്തത് സിങ്ക് ഫോസ്ഫൈഡ് എന്ന രാസവസ്തുവിന്റെ പ്രധാന ഉപയോഗം എന്ത്? എലിവിഷം. സിങ്ക് ഫോസ്ഫറസ് എന്ന രാസവസ്തുവിന്റെ പ്രധാന ഉപയോഗം എന്താണ്? എലിവിഷം. പിത്തള, ചെമ്പ് പാത്രങ്ങളെ ബാധിക്കുന്ന ക്ലാവിന്റെ ശാസ്ത്രീയ നാമം? ബേസിക് കോപ്പർ കാർബണേറ്റ്. ബേസിക് കോപ്പർ കാർബണേറ്റ്. കൃത്രിമമായി മഴ പെയ്യിക്കാൻ മേഘങ്ങളിൽ വിതറുന്ന രാസവസ്തു ഏത്? കൃത്രിമമായി മഴ പെയ്യിക്കാൻ മേഘങ്ങളിൽ വിതറുന്ന രാസവസ്തു സിൽവർ അയോഡൈഡ്. സിൽവർ അയോഡൈഡ്. 22ാമത്തെ ചോദ്യം, വനസ്പതി നെയ്യുണ്ടാക്കുന്നത് സസ്യ എണ്ണയിലൂടെയാണ്. ഏത് വാതകം കടത്തിവിട്ടിട്ടാണ്? വനസ്പതി നെയ്യുണ്ടാക്കുന്നത് സസ്യ എണ്ണയിലൂടെ ഏത് വാതകം കടത്തിവിട്ടിട്ടാണ്? ഉത്തരം ഹൈഡ്രജൻ. 23ാമത്തെ ചോദ്യം, മിന്നാമിനുങ്ങുകളുടെ തിളക്കത്തിനു കാരണമായ രാസവസ്തു? ലൂസിഫെറിൻ. മിന്നാമിനുങ്ങുകളുടെ തിളക്കത്തിനു കാരണമായ രാസവസ്തു ലൂസിഫെറിൻ. ജലത്തിലെ ഘടകങ്ങൾ ഏതെല്ലാം? ഹൈഡ്രജൻ, ഓക്സിജൻ. ജലത്തിലെ ഘടകങ്ങൾ ഏതെല്ലാം? ഹൈഡ്രജൻ, ഓക്സിജൻ. അമോണിയയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ, ഹൈഡ്രജൻ. അമോണിയയിലെ ഘടകങ്ങൾ നൈട്രജൻ, ഓക്സിജൻ. ഇനി മണ്ണെണ്ണയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ. കാർബൺ, ഹൈഡ്രജൻ എന്നിവയാണ് മണ്ണെണ്ണയിലെ ഘടകങ്ങൾ. 26ാമത്തെ ചോദ്യം, രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു മോണോസോഡിയം സിട്രേറ്റ്. മോണോസോഡിയം സിട്രേറ്റ്. അടുത്ത ചോദ്യം, കലാമിൻ ലോഷനിൽ അടങ്ങിയിട്ടുള്ള പ്രധാന രാസവസ്തു ഏത്? കലാമിൻ ലോഷനിൽ അടങ്ങിയിട്ടുള്ള പ്രധാന രാസവസ്തു സിങ്ക് ഓക്സൈഡ്. ഉത്തരം സിങ്ക് ഓക്സൈഡ്. മുളകിന് എരിവ് നൽകുന്ന ഘടകം ഏതാണ്? ക്യാപ്ലിസിൻ. ക്യാപ്ലിസിൻ ആണ് മുളകിന് എരിവ് നൽകുന്ന ഘടകം. 29ാമത്തെ ചോദ്യം, മൊബൈൽ ഫോണുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ബാറ്ററി ഏത്? ലിഥിയം അയൺ ബാറ്ററി. ലിഥിയം അയൺ ബാറ്ററിയാണ് മൊബൈൽ ഫോണുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോണുകളിലെ ബാറ്ററിയുടെ സാധാരണ ചാർജ് എത്രയാണ്? 3.6 വോൾട്ട്. മൊബൈൽ ഫോണുകളിലെ ബാറ്ററിയുടെ സാധാരണ ചാർജ് 3.6 വോൾട്ട്. കേടുവരുത്താത്ത ഏക ഭക്ഷണ വസ്തു ഏതാണ്? തേൻ. കേടുവരുത്താത്ത ഏക ഭക്ഷണ വസ്തു തേൻ. ചീമുട്ടയുടെ ദുർഗന്ധത്തിന് കാരണമായ വാതകം? ചീമുട്ടയുടെ ദുർഗന്ധത്തിന് കാരണമായ വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. ഉത്തരം ഹൈഡ്രജൻ സൾഫൈഡ്. 33ാമത്തെ ചോദ്യം, മയക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവായ ക്ലോറോഫോം കണ്ടുപിടിച്ചത് ആരാണ്? ക്ലോറോഫോം കണ്ടുപിടിച്ചത് അമേരിക്കക്കാരനായ സാമുവൽ ഗുത്രി. അമേരിക്കക്കാരനായ സാമുവൽ ഗുത്രിയാണ് ക്ലോറോഫോം കണ്ടുപിടിച്ചത്. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ കുടുക്കാൻ നോട്ടുകളിൽ പുരട്ടുന്ന രാസവസ്തു ഏത്? കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ കുടുക്കാൻ നോട്ടുകളിൽ പുരട്ടുന്ന രാസവസ്തു ഫിനോൾഫ്തലിൻ. ഫിനോൾഫ്തലിൻ. ഓക്കെ, ഫിനോൾഫ്തലിൻ. അടുത്തത്, ടോർച്ച് ബാറ്ററിയുടെ ചാർജ് എത്രയാണ്? 1.5 വോൾട്ട്. നമ്മൾ മൊബൈൽ ബാറ്ററിയുടെ ചാർജ് എത്രയാണ് പഠിച്ചത്? 3.6 വോൾട്ട് ആണ്. ടോർച്ച് ബാറ്ററിയുടെ ചാർജ് എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആണ്. 36ാമത്തെ ചോദ്യം, റബ്ബർ പാലിലെ അടിസ്ഥാന ഘടകമേത്? ഐസോപ്രിസിൻ. റബ്ബർ പാലിലെ അടിസ്ഥാന ഘടകമേത്? ഐസോപ്രിൻ. അടുത്തത്, ചതുപ്പുവാതകം എന്നറിയപ്പെടുന്നത് ഏതാണ്? മീഥെയ്ൻ. പ്രീവിയസ് ഇയറിലെ ചോദ്യമാണ്. ചതുപ്പുവാതകം എന്നറിയപ്പെടുന്ന ഏതാണ്? മീഥെയ്ൻ ആണ്. മീഥെയ്ൻ. അടുത്തത്, സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം? ബ്യൂട്ടെയിൻ. സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്നത് ബ്യൂട്ടെയിൻ വാതകമാണ്. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. സോഡാ വെള്ളത്തിലുള്ള ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡ്. തീ അണയ്ക്കാൻ കാർബൺ ഡൈ ഓക്സൈഡും സോഡാ വെള്ളത്തിലുള്ളത് കാർബോണിക് ആസിഡുമാണ്. ഇനി 41ാമത്തെ ചോദ്യം, ലോഹങ്ങളെ പ്രധാനമായും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ധാതുവിനെ എങ്ങനെ അറിയപ്പെടുന്നു? ഉത്തരം അയിര്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യം. മനുഷ്യരുടെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഏതാണ്? ഇരുമ്പ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യവും മനുഷ്യരുടെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഇരുമ്പുമാണ്. അടുത്തത് 44ാമത്തെ ചോദ്യമാണ്, ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത്,
പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ. പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ. പാചകവാതകത്തിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം പ്രൊപ്പെയിൻ. പാചകവാതകത്തിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഏതാണ്? പ്രൊപ്പെയിൻ. പാചകവാതക സിലിണ്ടറുകളുടെ ചോർച്ചയറിയാൻ ചേർക്കുന്ന വാതകം മെർകാപ്റ്റൺ. നോട്ട് ചെയ്യുക, പാചകവാതക സിലിണ്ടറുകളുടെ ചോർച്ചയറിയാൻ ചേർക്കുന്ന വാതകം ഏതാണ്? മെർകാപ്റ്റൺ. അടുത്ത ചോദ്യം, ബയോഗ്യാസ്, ഗോബർ ഗ്യാസ് എന്നിവയിലെ പ്രധാന ഘടകം മീഥെയ്ൻ. ബയോഗ്യാസ്, ഗോബർ ഗ്യാസ് എന്നിവയിലെ പ്രധാന ഘടകം മീഥെയ്ൻ. അടുത്ത ചോദ്യം, മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ്. മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ്. 50-ാമത്തെ ചോദ്യം, ഭൂമിയിൽ ഏറ്റവും അപൂർവമായുള്ള മൂലകം ഏതാണ്? അസ്റ്റാറ്റിൻ. ഭൂമിയിൽ ഏറ്റവും അപൂർവമായുള്ള മൂലകം ഏതാണ്? അസ്റ്റാറ്റിൻ. അടുത്ത ചോദ്യം, കാർബൺ ഡയോക്സൈഡിന്റെ ഖരരൂപം എങ്ങനെ അറിയപ്പെടുന്നു? ഡ്രൈ ഐസ്. കാർബൺ ഡയോക്സൈഡിന്റെ ഖരരൂപം എങ്ങനെ അറിയപ്പെടുന്നു? ഡ്രൈ ഐസ്. നവസാരം എന്നറിയപ്പെടുന്നത് എന്താണ്? അമോണിയം ക്ലോറൈഡ്. നവസാരം എന്നറിയപ്പെടുന്നത് എന്താണ്? അമോണിയം ക്ലോറൈഡ്. പ്രകാശ സംശ്ലേഷണ ഫലമായി സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. സസ്യങ്ങൾ രാത്രികാലത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. ഖനനം ചെയ്തെടുക്കുന്ന പെട്രോളിയം ശുദ്ധീകരണത്തിന് മുമ്പ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ക്രൂഡ് ഓയിൽ. ഖനനം ചെയ്തെടുക്കുന്ന പെട്രോളിയം ശുദ്ധീകരണത്തിന് മുമ്പ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ക്രൂഡ് ഓയിൽ. പെട്രോളിയം എന്ന വാക്കിന് 1546 ആദ്യമായി ഉപയോഗിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ജോർജ് ബൗർ. ജോർജ് ബൗർ. 57-ാമത്തെ ചോദ്യം, പെട്രോളിയത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ. കാർബൺ 85%, ഹൈഡ്രജൻ 14%. അടുത്തത്, ക്രൂഡ് ഓയിലിലെ വിവിധ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കുന്ന പ്രകര പ്രക്രിയ ഏതാണ്? ഫ്രാക്ഷണൽ ഡെസ്റ്റിലേഷൻ. അടുത്തത് 59-ാമത്തെ ചോദ്യം, പെട്രോളിയം കത്തുമ്പോൾ പ്രധാനമായും പുറന്തള്ളുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. പെട്രോളിയം കത്തുമ്പോൾ പ്രധാനമായും പുറന്തള്ളുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ബാരൽ. ഉത്തരം ബാരൽ. അടുത്തത്, എത്ര ലിറ്റർ ആണ് ഒരു ബാരൽ? 159 ലിറ്റർ ആണ് ഒരു ബാരൽ എന്ന് പറയുന്നത്. പെട്രോളിയത്തിന്റെ വാതക രൂപം ഏത്? പ്രകൃതിവാതകം. പെട്രോളിയത്തിന്റെ വാതക രൂപം ഏത്? പ്രകൃതിവാതകം. ഒക്ടെയ്ൻ നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇന്ധനം എത്ര മികവിൽ എഞ്ചിനിൽ കത്തുന്നു എന്നതിനെയാണ് ഒക്ടെയ്ൻ നമ്പർ സൂചിപ്പിക്കുന്നത്. എന്താണ് പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത്? ഉത്തരം മണ്ണെണ്ണ. ഉത്തരം മണ്ണെണ്ണ. 65-ാമത്തെ ചോദ്യം, ജെറ്റ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പ്രധാനമായും എന്തിൽ നിന്നാണ് തയ്യാറാക്കുന്നത്? ഉത്തരം മണ്ണെണ്ണ. ജെറ്റ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പ്രധാനമായും എന്തിൽ നിന്നാണ് തയ്യാറാക്കുന്നത്? ഉത്തരം മണ്ണെണ്ണ. ഏതിനം ശിലയ്ക്ക് ഉദാഹരണമാണ് കൽക്കരി? അവസാദ ശില. ഏതിനം ശിലയ്ക്ക് ഉദാഹരണമാണ് കൽക്കരി? അവസാദ ശില. കൽക്കരിയിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെ? കാർബൺ, ഹൈഡ്രജൻ. കൽക്കരിയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെ? കാർബൺ, ഹൈഡ്രജൻ. താപോർജ്ജ നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള പ്രധാന ഇന്ധനം കൽക്കരി. താപോർജ്ജ നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള പ്രധാന ഇന്ധനം കൽക്കരി. 69-ാമത്തെ ചോദ്യം, കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരി ഇനം ഏതാണ്? ആന്ത്രസൈറ്റ്. ഉത്തരം ആന്ത്രസൈറ്റ്. കായാന്തരിത ശിലാവിഭാഗത്തിലേതായി പരിഗണിക്കപ്പെടുന്ന കൽക്കരി ഇനം ഏത്? ആന്ത്രസൈറ്റ്. ഉത്തരം ആന്ത്രസൈറ്റ്. തവിട്ടുകൽക്കരി എന്നറിയപ്പെടുന്ന ഗുണനിലവാരം കുറഞ്ഞ ഇന്ധനം ലിഗ്നൈറ്റ്. തവിട്ടുകൽക്കരി എന്നറിയപ്പെടുന്ന ഗുണനിലവാരം കുറഞ്ഞ ഇനമേതാണ്? ലിഗ്നൈറ്റ്. 72-ാമത്തെ ചോദ്യം, കൽക്കരി ഖനികളിൽ പണിയെടുക്കുന്നവരിൽ കണ്ടുവരുന്ന പ്രധാന രോഗം ബ്ലാക്ക് ലങ് രോഗം. ബ്ലാക്ക് ലങ് രോഗം. വിഷങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ടോക്സിക്കോളജി. ടോക്സിക്കോളജി. വിഷങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ടോക്സിക്കോളജി. 74-ാമത്തെ ചോദ്യം, ജീവനുള്ളവ പുറപ്പെടുവിക്കുന്ന വിഷം അറിയപ്പെടുന്നത് എങ്ങനെ? ടോക്സിൻ അഥവാ ജൈവിക വിഷം. ടോക്സിൻ അഥവാ ജൈവിക വിഷം. വിഷങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ആഴ്സനിക്ക്. വിഷങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ആഴ്സനിക്ക്. രാജാക്കന്മാരുടെ വിഷം എന്നറിയപ്പെടുന്നതും
ആഴ്സനിക്കാണ്. 77ാമത്തെ ചോദ്യം, ഏറ്റവും മാരക വിഷങ്ങളായി അറിയപ്പെടുന്ന സയനൈഡുകളിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം കാർബൺ, നൈട്രജൻ. ഏത് വിഷവസ്തുക്കൾ ഉള്ളിൽ ചെന്നാലാണ് ശരീരകലകളിൽ ഓക്സിജൻ എത്തുന്നത് തടസ്സപ്പെട്ട് മിനിറ്റുകൾക്കകം മരണം സംഭവിക്കുന്നത്? ഉത്തരം സോഡിയം പൊട്ടാസ്യം സയനൈഡുകൾ. 79ാമത്തെ ചോദ്യം, ബദാം കായുടെ മണമുള്ള മാരക വിഷമേത്? പൊട്ടാസ്യം സയനൈഡ്. ബദാം കായുടെ മണമുള്ള മാരക വിഷമേത്? പൊട്ടാസ്യം സയനൈഡ്. 80ാമത്തെ ചോദ്യം, സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? സോഡിയം തയോസൾഫേറ്റ്. സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സോഡിയം തയോസൾഫേറ്റ്. അടുത്തത്, സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന പ്രധാന ലോഹം ഏത്? ഉത്തരം സ്വർണം. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന പ്രധാന ലോഹം സ്വർണം. ജ്വാലാ പരിശോധനകളിൽ ഏതു നിറമാണ് കാൽസ്യം ലോഹം പ്രകടിപ്പിക്കുന്നത്? ബ്രിക്സ് റെഡ്. ഉത്തരം ബ്രിക്സ് റെഡ്. ജ്വാലാ പരിശോധനയിൽ ഏതു നിറമാണ് കാൽസ്യം ലോഹം പ്രകടിപ്പിക്കുന്നത്? ഉത്തരം ബ്രിക് റെഡ്. 1808 കാൽസ്യം ലോഹത്തെ ആദ്യമായി വേർതിരിച്ചെടുത്ത ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാര്? ഹംഫ്രി ഡേവി. ഉത്തരം ഹംഫ്രി ഡേവി. ഏതുതരം ശിലകളാണ് കാൽസ്യം സംയുക്തങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്? അവസാദ ശിലകൾ. ഉത്തരം അവസാദ ശിലകൾ. കക്ക, ചിപ്പി, ഒച്ച്, മുട്ട എന്നിവയുടെ പുറന്തോട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതു കാൽസ്യം സംയുക്തത്തിലാണ്? കാൽസ്യം കാർബണേറ്റ്. 86ാമത്തെ ചോദ്യം, നവരത്നങ്ങളിൽ ഒന്നായ മുത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഏത് കാൽസ്യം സംയുക്തം കൊണ്ടാണ്? കാൽസ്യം കാർബണേറ്റ്. 87ാമത്തെ ചോദ്യം, ലൈംസ്റ്റോൺ, മാർബിൾ എന്നിവയിൽ അടങ്ങിയിട്ടുള്ള പ്രധാന കാൽസ്യം സംയുക്തം? കാൽസ്യം കാർബണേറ്റ്. ലൈംസ്റ്റോൺ, മാർബിൾ എന്നിവയിൽ അടങ്ങിയിട്ടുള്ള പ്രധാന കാൽസ്യം സംയുക്തം ഏത്? കാൽസ്യം കാർബണേറ്റ്. 88ാമത്തെ ചോദ്യം, വൈറ്റ് വാഷ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന കാൽസ്യം സംയുക്തം? ഉത്തരം കുമ്മായം. വൈറ്റ് വാഷ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന കാൽസ്യം സംയുക്തം ഏത്? കുമ്മായം. കായകൾ കൃത്രിമമായി പഴുപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന കാൽസ്യം ഏത്? കാൽസ്യം കാർബൈഡ്. ഉത്തരം കാൽസ്യം കാർബൈഡ്. നീന്തൽ കുളങ്ങളിലെ ജലത്തിന്റെ കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ഏത്? കാൽസ്യം ക്ലോറൈഡ്. നീന്തൽ കുളങ്ങളിൽ ജലത്തിന്റെ കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ഏതാണ്? കാൽസ്യം ക്ലോറൈഡ്. ബ്ലാക്ക് ബോർഡുകളിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ചോക്ക് ഉണ്ടാക്കുന്നത് കാൽസ്യത്തിന്റെ ഏത് സംയുക്തം കൊണ്ടാണ്? കാൽസ്യം സൾഫേറ്റ്. ചിപ്സം നിർമ്മിക്കപ്പെടുന്നത് ഏതു രാസവസ്തു കൊണ്ടാണ്? കാൽസ്യം സൾഫേറ്റ്. ചിപ്സത്തെ 150 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന രാസവസ്തു ഏത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്. വൃക്കാക്കല്ലുകൾ രാസപരമായി എന്താണ്? കാൽസ്യം ഓക്സലേറ്റ്. വൃക്കാക്കല്ലുകൾ രാസപരമായി എന്താണ്? കാൽസ്യം ഓക്സലേറ്റ്. 95ാമത്തെ ചോദ്യം, ചേന, ചേമ്പ്, കാച്ചിൽ എന്നിവയിലെ ചൊറിച്ചിലിന് കാരണമായ രാസവസ്തു? കാൽസ്യം ഓക്സലേറ്റ്. സോഡിയവും സംയുക്തങ്ങളും ദ്വിജ്വാലയിൽ കാണിച്ചാൽ ജ്വാലയുണ്ടാകുന്ന നിറമെന്ത്? മഞ്ഞ. രക്തം, ശരീരദ്രവങ്ങൾ എന്നിവയുടെ നിയന്ത്രണം, ഞരമ്പുകളുടെ പ്രവർത്തനം, ഹൃദയത്തിന്റെ പ്രവർത്തനം എന്നിവയ്ക്ക് ശരീരത്തിനാവശ്യമായ ലോഹ അയണുകൾ ഏവ? ഉത്തരം സോഡിയം. 98ാമത്തെ ചോദ്യം, പാശ്ചാത്യ രാജ്യങ്ങളിൽ ശൈത്യകാലത്ത് റോഡുകളിലെ മഞ്ഞുകട്ടകൾ അലിയിച്ചു കളയാൻ ഡി ഐസിംഗ് ഏജന്റായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏത്? ഉത്തരം സോഡിയം ക്ലോറൈഡ്. ഉത്തരം സോഡിയം ക്ലോറൈഡ്. ലോഹ ഉപരിതലത്തിലുള്ള ഏത് സോഡിയം സംയുക്തത്തിന്റെ തോത് അറിയാൻ നടത്തുന്ന പരിശോധനയാണ് ബ്രെയ്സിൽ മെത്തേഡ്? ഉത്തരം സോഡിയം ക്ലോറൈഡ്. ബ്രെയ്സിൽ മെത്തേഡ് ഏത് ലോഹത്തിന്റെ ഉപരിതലത്തിലുള്ള സംയുക്തത്തിന്റെ തോത് അറിയാൻ വേണ്ടിയിട്ടാണ്? സോഡിയം ക്ലോറൈഡ്. 100ാമത്തെ ചോദ്യം, ലോഹഭാഗങ്ങളിൽ നിന്നും പെയിന്റ്, തുരുമ്പ് എന്നിവ നീക്കം ചെയ്യാനുള്ള സോഡ ബ്ലാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ്? ഉത്തരം സോഡിയം ബൈകാർബണേറ്റ്. ലോഹഭാഗങ്ങളിൽ നിന്നും ഇരുമ്പ്, പെയിന്റ് എന്നിവ നീക്കം ചെയ്യാനുള്ള സോഡ ബ്ലാസ്റ്റിംഗ് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ്? ഉത്തരം സോഡിയം ബൈകാർബണേറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ 100 ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകളുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. രസതന്ത്ര നിത്യജീവിതത്തിൽ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ
പ്രിപ്പയർ ചെയ്തിട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് ശേഷമായിരിക്കും ഈ ഒരു PDF കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം വഴി കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.